സെക്ഷനിൽ വരുന്ന SSLC ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ O is the center of the circle and angle OQR is equal to 40 degree. Find the measure of angle QOR. Find angle P. Calculate angle QSR. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും കോൺ OQR 40 ഡിഗ്രിയുമാണ്. കോൺ QORന്റെ അളവ് കാണുക, കോൺ P കാണുക, കോൺ QSR കണക്കാക്കുക. നമുക്ക് കാണേണ്ട ആംഗിൾസ് ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യം കാണേണ്ടത് QOR ആണ്, അതായത് ഈ സെൻട്രൽ ആംഗിൾ ആണ് ആദ്യം കാണേണ്ടത്. ഓക്കെ, അപ്പൊ തന്ന അളവ് വെച്ച് സെൻട്രൽ ആംഗിളിലേക്ക് എങ്ങനെ എത്തുമെന്ന് നോക്കുക. അപ്പൊ തന്ന ആംഗിൾ Q ആണ്, ആംഗിൾ O ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ Qയും Oയും കണക്ട് ചെയ്ത് നമുക്ക് ട്രയാങ്കിൾ OQR ഉണ്ട്. ട്രയാങ്കിൾ OQRന്റെ പ്രത്യേകത, അപ്പൊ സർക്കിളിന്റെ ഉള്ളിൽ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക അത് ഐസോസെൽസ് ട്രയാങ്കിൾ ആയിരിക്കുമോ എന്ന്. കാരണം അതിനകത്ത് റേഡിയസ് ജോയിൻ ചെയ്യുന്ന 2 പോയിന്റ്സ് ആണെങ്കിൽ അത് ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. ഐസോസെൽസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. സോ OQയും ORും റേഡിയസ് ആണ്, തുല്യമാണ്, അതിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. സമപാർശ്വ ത്രികോണമാണ് അപ്പോൾ ട്രയാങ്കിൾ OQR. സോ ഈക്വൽ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ORന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് 40. സോ OQക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും എന്ത് തന്നെയായിരിക്കണം? 40 ആയിരിക്കും. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. 40യും 40യും 80 ആണ്. സോ ഇത് എത്രയായിരിക്കണം? 100 ആയിരിക്കണം. സോ ഒന്നാമത്തതിന്റെ ആൻസർ ആംഗിൾ QOR is equal to 100 degree. ഇനി രണ്ടാമത് നമ്മളോട് കാണാൻ പറഞ്ഞത് ആംഗിൾ P ആണ്. നമുക്ക് P എന്ന ആംഗിൾ QR എന്ന കോഡ് മേജർ പാർട്ട് ഓഫ് ദ സർക്കിളിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ്. QR എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 100 ആണ്. അതിന്റെ പുറകിൽ അതേ കോഡ് ഉണ്ടാക്കിയ ആംഗിൾ എത്രയാ വരിക? 100ന്റെ പകുതി, 50 വരും. സോ ആംഗിൾ P നമുക്ക് കിട്ടി 50 ഡിഗ്രി. ഓക്കെ, ഇനി സി പാർട്ട് ആൻസർ ചെയ്യാം. കാൽക്കുലേറ്റ് ആംഗിൾ QSR. ഈ ആംഗിൾ കിട്ടണം. എപ്പോഴും ഈ ആംഗിൾ കിട്ടണമെങ്കിൽ ഇത് QR എന്ന കോഡ് മൈനർ പാർട്ട്, വൃത്തത്തിന്റെ ചെറിയ ഭാഗത്തുണ്ടാക്കിയ ആംഗിളാണ്. അത് കാണണമെങ്കിൽ മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിൾ കിട്ടിയാൽ മതി. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കണം. ആംഗിൾസ് ഇൻ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ് ആർ സപ്ലിമെന്ററി എന്ന് നമ്മൾ റിസൾട്ട് 4ൽ പഠിച്ചിട്ടുണ്ട്. സോ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയാവണം? 130. സോ സിയുടെ ആൻസർ ആംഗിൾ QSR is equal to 130 degree. SSLC മോഡൽ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ O is the center of the circle and ABCD are points on it. Angle B is equal to 110 degree. What is the measure of angle D? What is the measure of angle AOC? ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ABCD എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. കോൺ B 110 ഡിഗ്രി. കോൺ ഡിയുടെ അളവെന്ത്? കോൺ AOCയുടെ അളവെന്ത്? തന്നെ ചെയ്യാൻ പറ്റുന്നവര് വീഡിയോ പോസ് ചെയ്ത് ആൻസർ കണ്ടെത്താം, എന്നിട്ട് ഞാൻ പറയുന്നതുമായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ B ആണ്, 110 ഡിഗ്രി. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ D ആണ്. സോ തന്ന ആംഗിളും കണ്ടുപിടിക്കേണ്ട ആംഗിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് 110 ഡിഗ്രി, ഇത് എത്രയായിരിക്കും? ഈ രണ്ട് ആംഗിൾസ്, ഒരു സർക്കിളിലെ 2 പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഇത് 110 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? 70 ഡിഗ്രി. സോ ഒന്നാമത്തേതിന്റെ ആൻസർ കിട്ടി. ആംഗിൾ D is equal to 70 ഡിഗ്രി. ഓക്കെ, ഇനി രണ്ടാമത്തതിലേക്ക് പോകാം. അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ AOC ആണ്. അപ്പൊ നമുക്ക് മേജർ പാർട്ടിൽ ആംഗിൾ 70 കിട്ടി. അതേ കോഡ് അല്ലെങ്കിൽ അതേ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കേണ്ട ആംഗിൾ ആണ് കാണേണ്ടത്. സോ മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. സെന്ററിൽ ഉണ്ടാക്കുന്നതിന്റെ ഹാഫ് ആണ് പുറകിലത്തെ ആംഗിൾ. സോ ഇതിന്റെ ഡബിൾ ആയിരിക്കും മുന്നിലത്തെ ആംഗിൾ. 70യുടെ ഡബിൾ എത്രയാണ്?
140 degree. So രണ്ടാമത്തെ ആൻസർ ആംഗിൾ AOC is equal to 140 degree. SSLC മോഡൽ 2019 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. 2 മാർക്സിനും 3 മാർക്സിനും ആണ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് സാധാരണ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് വരിക. ബാക്കി 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺസ്ട്രക്ഷൻ പാർട്ടിൽ നിന്നാണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണാം. ചിത്രം ശ്രദ്ധിക്കാം. ഇൻ ദ ഫിഗർ O is the center of the circle. Angle A is equal to 60 degree. Find angle BOD and angle C. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. കോൺ A 60 ഡിഗ്രിയും കോൺ BOD കാണുക, കോൺ C കാണുക. നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ A 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് BOD ആണ്. സോ എങ്ങനെ നമുക്ക് തന്ന ആംഗിളിനെയും കണ്ടുപിടിക്കുന്ന ആംഗിളിനെയും കണക്ട് ചെയ്യാം? തന്ന ആംഗിൾ മേജർ പാർട്ടിലെ ആംഗിളാണ്. സോ അതേ ആർക്ക് ആണല്ലോ ഇവിടെ BD എന്ന ആർക്കാണ് ആ ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കോഡിലേക്ക് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അങ്ങനെ BD എന്ന കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിളാണ് 60 ഡിഗ്രി. സോ അതേ കോഡ് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണോ ഇത് അതിന്റെ ഡബിൾ 60 ആണെങ്കിൽ ഇവിടെ എത്രയാ വരിക? 120 ഡിഗ്രി. സോ ഒന്നാമത്തെ ആൻസർ നമ്മൾ കണ്ടെത്തി. ആംഗിൾ BOD is equal to 60 ഡിഗ്രി. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ C ആണ്. നമുക്ക് മേജർ ഇത് മൈനർ സെഗ്മെന്റിലെ ആംഗിളാണ്. BD എന്ന കോഡ് മൈനർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിൾ. BD എന്ന കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 60 ഡിഗ്രി എന്ന്. ഇത് രണ്ടും കൂട്ടിയാൽ എത്ര വരണം? 180. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാണ്? 120. സോ ആൻസർ ആംഗിൾ C is equal to 120 ഡിഗ്രി. ആംഗിൾ BOD 120 ഡിഗ്രിയാണ്. ആംഗിൾ C എന്ന് പറയുന്നതും 120 ഡിഗ്രി തന്നെ. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ. ചിത്രം നോക്കുക. From the figure, what is the measure of angle ADC? Find the radius of the circle. നമുക്ക് തന്ന ചിത്രത്തിൽ നമുക്ക് തന്ന ആംഗിൾ വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ചിത്രത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ADCയുടെ മെഷർ എത്രയാന്ന് കാണണം. വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കും. നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ ABC ആണ് 90 ഡിഗ്രി എന്ന്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ABCയുടെ ലെഗ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റം എയും സിയും ജോയിൻ ചെയ്താൽ കിട്ടുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കും, വ്യാസമായിരിക്കും. കാരണം നമുക്കറിയാം ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. സോ ആ കോഡ് ഏതാണ്? ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ഗിവൺ ആംഗിൾ ABC is equal to 90 degree. Therefore, AC is a diameter. AC ഒരു വ്യാസമാണ്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ADC ആണ്. സോ AC ഡയമീറ്റർ ആണെങ്കിൽ ഈ പാർട്ട് സെമി സർക്കിൾ ആണ്. അപ്പൊ D എന്ന് പറയുന്നത് സെമി സർക്കിൾ ആംഗിൾ ആണ്. സെമി സർക്കിൾ ആംഗിൾ എത്രയാ വരിക? 90 ഡിഗ്രി. സോ ഒന്നാമത്തെ ആൻസർ ആംഗിൾ ADC is equal to 90 ഡിഗ്രി. റീസൺ എഴുതാം. റിസൾട്ട് 1 ആണ്. ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോൺ. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് റേഡിയസ് കാണാനാണ് പറഞ്ഞത്. ഡയമീറ്ററിന്റെ ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ABയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ, BCയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ. സോ നമുക്ക് ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ട ത്രികോണമാണ്. സോ ബിന്റെ ആൻസർ എഴുതാൻ നമ്മൾ ആ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യും. ട്രയാങ്കിൾ ABC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ റൈറ്റ് ട്രയാങ്കിളില് രണ്ട് സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. ബൈ പൈതഗോറസ് തിയറം എപ്പോഴും റൈറ്റ് ട്രയാങ്കിൾ വന്നാൽ അതിൽ പൈതഗോറസ് തിയറം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 99% പ്രോബ്ലത്തിലും പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക.
ഓക്കെ, അപ്പൊ അവിടെ ബേസ് എന്താണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്താണെന്ന് നോക്കിയാൽ മതി. അതിനുവേണ്ടി ഹൈപ്പോട്ടന്യൂസ് ഏതാന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ് വരിക. സോ മറ്റ് രണ്ട് സൈഡുകൾ പെർപെൻഡിക്കുലർ സൈഡ്സ് ആയിരിക്കും, ലംബവശങ്ങളായിരിക്കും. അതിന് ബേസും ഓൾട്ടിറ്റ്യൂഡും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം നമുക്ക്. സോ ഇവിടെ ഞാൻ AB² ബേസ് പ്ലസ് BC² ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു AC² ഹൈപ്പോട്ടന്യൂസ്. പൈതഗോറസ് തിയറം പറയുന്നത് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. സോ AB-യുടെ ലെങ്ത് തന്നിട്ടുണ്ട് 6 ആണ്. സോ 6² പ്ലസ് BC-യുടെ ലെങ്ത് തന്നിട്ടുണ്ട് 8 ആണെന്ന്. സോ 8² ഇസ് ഈക്വൽ ടു AC ആണ് ഡയമീറ്റർ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് AC² തന്നെ വെക്കുക. വാട്ട് ഇസ് 6²? 6 into 6 ആണ് 6². 6 into 6 എത്രയാ? 36. 8². 8 into 8 64. That's equal to AC². ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 36 plus 64 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. 100 ആണ് AC². AC-യുടെ സ്ക്വയർ 100 എന്ന് പറയുമ്പോൾ AC എന്താണ്? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 100? അല്ലെങ്കിൽ റൂട്ട് ഓഫ് 100 എത്രയാണ്? 10 ആണ്. സോ 10 സെന്റിമീറ്റർ ആണ് AC-യുടെ ലെങ്ത് നമുക്ക് കിട്ടുക. അതായത് ഡയമീറ്റർ ആണ് നമുക്ക് കിട്ടിയത് 10 സെന്റിമീറ്റർ. കാണാൻ പറഞ്ഞത് റേഡിയസ് ആണ്. സോ ഡയമീറ്റർ 10 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ, അതിന്റെ പകുതി അല്ലെ. സോ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. Therefore റേഡിയസ്, വ്യാസം 10 സെന്റിമീറ്റർ ആണെങ്കിൽ ആരം എത്രയാണ്? 5 സെന്റിമീറ്റർ. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ ABC ഈസ് ഈക്വിലാറ്ററൽ. BD ഈസ് ഈക്വൽ ടു CD. AC ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ ആൻഡ് CD ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. Find the measure of angle ACB. Find the measure of angle D. Find the measure of angle BCD. Calculate the diameter of the circle. ചിത്രത്തിൽ ABC ഒരു സമഭുജ ത്രികോണമാണ്. BD സമം CD. AC 12 സെന്റിമീറ്റർ. CD 5 സെന്റിമീറ്റർ ആയാൽ കോൺ ACBയുടെ അളവെത്ര? കോൺ ഡിയുടെ അളവെത്ര? കോൺ BCD എത്ര? വൃത്തത്തിന്റെ വ്യാസം കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ട്രയാങ്കിൾ ABC നിങ്ങൾക്ക് കാണാം. ഒരു റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ ഈക്വിലാറ്ററൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈക്വിലാറ്ററൽ സമഭുജ ത്രികോണം, അതിന്റെ പ്രത്യേകത എന്താണ്? 3 സൈഡുകളും ഈക്വൽ ആണ്. അതിലൊരു സൈഡ് AC-യുടെ ലെങ്ത് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ എന്ന്. സോ ABയും 12 സെന്റിമീറ്റർ ആണ്, BCയും 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ആംഗിളുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്, Aയും Bയും Cയും. സോ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? അവ ഓരോന്നും 60 ഡിഗ്രി വീതമാണ്. സോ ഇത് 60 ഡിഗ്രി ആണ്, ഇതും 60 ഡിഗ്രി ആണ്, ഇതും 60 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആൻസർ ചെയ്യാം. നമുക്ക് BD is equal to CD എന്ന് തന്നിട്ടുണ്ട്. സോ ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ള അറിവുകൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ACB. ചിത്രത്തിൽ നോക്കൂ, ആംഗിൾ ACB എത്രയാണ്? 60 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി. ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. എന്തുകൊണ്ടാണ് 60 ഡിഗ്രി ആയത്? റീസൺ എഴുതാം, അറിയാമെങ്കിൽ അത് എഴുതാം. ആംഗിൾ ഓർ ഈച്ച് ആംഗിൾ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓർ ആംഗിൾ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇനി ഒന്നാമത്തെ ആൻസറായി. ഇനി രണ്ടാമത്തെ ആൻസർ ആംഗിൾ D കാണണം. ആംഗിൾ D കാണണമെങ്കിൽ അതിന്റെ നേരെ അതിന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആംഗിളിലേക്ക് പോയാൽ മതി. Dയും Aയും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഓക്കെ, അത് രണ്ടും കൂടെ കൂട്ടിയാലാണ് എത്ര കിട്ടേണ്ടത്? 180 കിട്ടേണ്ടത്. സോ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? 120 ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് ആംഗിൾ D is equal to 120 ഡിഗ്രി. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് ആംഗിൾ BCD ആണ്. ഈ ആംഗിളാണ്, ഈ ഒരു ആംഗിളാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഇവിടെ
സി ഡി 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ബി ഡിയും 5 സെന്റിമീറ്റർ തന്നെയാണെന്ന് തന്നിട്ടുണ്ട്. കാരണം ബി ഡി ഇസ് ഈക്വൽ ടു സി ഡി എന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ട്രയാങ്കിൾ ബി ഡി സി, ഇവിടെ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. സോ സിയുടെ ആൻസർ എഴുതാൻ നമുക്ക് എഴുതാം, സിൻസ് ബി ഡി ഇസ് ഈക്വൽ ടു സി ഡി, അത് രണ്ടും 5 സെന്റിമീറ്റർ വീതമാണെന്ന് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ബി ഡി സി is an isosceles triangle. അപ്പൊ ആ ട്രയാങ്കിൾ മാത്രം എടുത്താൽ മതി. ട്രയാങ്കിൾ ബി ഡി സി മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ട്രയാങ്കിളില് നമുക്ക് ഒരു ആംഗിൾ അറിയാം, 120 ഡിഗ്രി എന്ന് ഈ ആംഗിൾ അറിയാം. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഈക്വൽ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇത് 120, ഇത് രണ്ടും കൂട്ടിയാല് 60 കിട്ടണം. ഓരോന്നും രണ്ടും തുല്യവുമായിരിക്കും. അപ്പൊ ഓരോന്ന് എത്രയായിരിക്കും? 30 വെച്ച്. നമ്മളോട് കാണാൻ പറഞ്ഞത് ഈ ആംഗിളാണ്, നമുക്ക് കിട്ടി എത്രയാണ്? 30 ഡിഗ്രി. സോ നമുക്ക് സിയുടെ ആൻസർ കിട്ടി, ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, ഇനി ഡി പാർട്ട്, വൃത്തത്തിന്റെ വ്യാസം കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഈ ചിത്രത്തിൽ ഡയമീറ്റർ വരച്ചിട്ടില്ല. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡാണ് ഡയമീറ്റർ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആ ബി എന്ന് പറഞ്ഞ പോയിന്റ്, അല്ലെങ്കിൽ സി, നിങ്ങൾക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ആ പോയിന്റിന് ഞാൻ ഇ എന്ന് പേര് കൊടുക്കുന്നു. അതിനെ ഞാൻ സിയുമായിട്ട് ജോയിൻ ചെയ്യും. ഡി പാർട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചിത്രം ഞാൻ റഫായിട്ട് വേറെ ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, എ ബി സി. ഈ പോയിന്റിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ബി സിയുടെ ലെങ്ത് നമ്മൾ കണ്ടിരുന്നു 12 സെന്റിമീറ്റർ എന്ന്. നമുക്ക് ഡയമീറ്റർ ആണ് കാണേണ്ടത്. സോ ഞാൻ ബിയിൽ നിന്ന് ഡയമീറ്റർ വരയ്ക്കാനായിട്ട് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു കോഡ് വരച്ചു. ഈ ആംഗിൾ നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു 60 ഡിഗ്രി എന്ന്. അതിനെ ഞാൻ അവിടെ നിന്ന് നേരെ പെർപെൻഡിക്കുലർ ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് ഈ ആയിരുന്നു കൊടുത്തത്, ഈ ആംഗിളും എന്ത് തന്നെയാണ് വരിക? 60. ഇത് ഞാൻ പെർപെൻഡിക്കുലറാ വരച്ച്. സോ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ ഇവിടെ ട്രയാങ്കിൾ ബി സി ഇ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ബി സി ഇ. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ബി ഇയുടെ ലെങ്ത് കാണും, അതാണ് ഡയമീറ്റർ. ഓക്കെ, ബി യുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ട്രയാങ്കിൾ ബി സിയിലെ ആംഗിൾസ് ഒന്ന് 60യും രണ്ടാമത്തെ 90യും ആണെങ്കിൽ മൂന്നാമത്തത് എത്രയാണ് വരിക? അത് 30 ഡിഗ്രിയാണ് വരിക. സോ ഈ ട്രയാങ്കിളിലെ ആംഗിൾസ് 30, 60, 90 രൂപത്തിലാണ് വരിക. ബിക്കോസ് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. രണ്ട് ആംഗിൾ 60യും 90യും ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 30 ആയിരിക്കും. സോ ഇതിലെ ആംഗിൾസ് 30, 60, 90. കഴിഞ്ഞ വർഷം 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചൊരു റിസൾട്ട് നമുക്ക് ഈ ചോദ്യത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും വരുന്ന ചാപ്റ്റേഴ്സിൽ, ട്രിഗണോമെട്രി എന്ന ചാപ്റ്റേഴ്സിലേക്ക് നമ്മൾ ആ റിസൾട്ട് ഉപയോഗിച്ച് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നതാണ്. ഇവിടെ മനസ്സിലാക്കിക്കൊള്ളാം, ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ആംഗിൾസ് 30യും 60യും 90യും ആണെങ്കിൽ അവയുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ, അംശബന്ധം, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം, റേഷ്യോ ഓഫ് സൈഡ്സ് എത്രയായിരിക്കും? 1:√3:2 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എക്സ് ഒന്നിട്ട് ഇതിനെ എന്താ പറയുക, ബ്രേക്ക് ചെയ്ത് എഴുതുന്നില്ല. ഇത്രയും മനസ്സിലാക്കുക. 30യും 60യും 90യും വന്നാൽ റേഷ്യോ ഓഫ് സൈഡ്സ് 1:√3:2 ആയിരിക്കും. ഇനി
ഇവിടെ ഈ ട്രയാങ്കിളില് നമുക്ക് അറിയാവുന്ന സൈഡ് 12 മാത്രമാണ്. അത് എന്തിന് ഓപ്പോസിറ്റ് ആണ്? 60ക്ക് ഓപ്പോസിറ്റ് ആണ് 12. അപ്പൊ 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് √3 ഉണ്ട്. √3 വരേണ്ട സ്ഥാനത്താണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? 12 വന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് ആണ്. ഇത് എത്ര വരും എന്നാണ് കാണേണ്ടത്. അതായത് ഇതെല്ലാം ഒരേ റേഷ്യോയിലാണ് ഇവിടെ വരുന്ന. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും നമുക്ക് 12 കിട്ടി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും തമ്മിൽ എടുത്താൽ റേഷ്യോ എത്രയേ കിട്ടാൻ പാടുള്ളൂ? 1:√3:2. ഓക്കെ, അപ്പൊ നമുക്കിവിടെ √3 വരേണ്ടടുത്ത് 12 ആയി. √3 12 ആകണമെങ്കിൽ √3 എന്ന നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും? 12/√3. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ട്രിഗണോമെട്രി നിങ്ങൾ ഒരുപാട് ചെയ്യുന്നതാണ്. SSLC എക്സാം ആകുമ്പോൾ ഇതൊക്കെ ക്ലിയർ ആവും. ഇപ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഈ രീതിയിൽ മാത്രം ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? √3 12 ആകണം. √3 12 ആകണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് കാണുന്നത്. അതായത് ഈ ഒരു ഡാഷ് ഇട്ട ഭാഗത്ത് ഏത് നമ്പർ വരണം? അപ്പൊ നമുക്ക് ഈ √3 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പൊ എന്താ വരിക? 12/√3. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. 12/√3 കിട്ടും. √3നെ 12/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് √3 × 12/√3 ആണ് നമുക്ക് 12 കിട്ടുക. അപ്പോൾ 1നെയും എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 12/√3. അപ്പൊ 1 × 12/√3 12/√3 എന്ന് വരും. 2നെയും 12/√3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ 2നെ 12/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 12 24/√3 എന്ന് കിട്ടും. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ട സൈഡ് എത്രയാണ്? 24/√3. അപ്പൊ നമുക്ക് അത് എഴുതാം. Therefore BE is equal to 24/√3 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ. Diameter is equal to 24/√3 സെന്റിമീറ്റർ. SSLC question. ചിത്രം നോക്കാം. In figure, O is the center of the circle. If angle ABC is equal to x, then angle AUC is equal to. Prove that angle OEC plus angle ABC is equal to 90 degree. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. കോൺ ABC x ആണെങ്കിൽ കോൺ AOC എത്രയാണെന്ന് കാണുക. കോൺ OAC പ്ലസ് കോൺ ABC 90 ഡിഗ്രി എന്ന് തെളിയിക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ ചിത്രത്തില് ആംഗിൾ ABC x ആണെന്ന് തന്നു. കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ ക്വസ്റ്റ്യനില് ആംഗിൾ AOC ആണ്. സോ നമുക്ക് കാണാം AC എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AC എന്ന കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ മേജർ സെഗ്മെന്റിലെ ആംഗിളും കണ്ടുപിടിക്കേണ്ട ആംഗിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇത് x ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? എക്സിന്റെ ഡബിൾ ആയിരിക്കും, ഇരട്ടിയായിരിക്കും. സോ ഇത് x ആണെങ്കിൽ ഇത് എത്രയാ വരിക? 2x ഡിഗ്രി. ഓക്കെ, സോ ഒന്നാമത്തതിന്റെ ആൻസർ കിട്ടി. ആംഗിൾ AOC is equal to 2x ഡിഗ്രി. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ OAC ഈ ആംഗിളും അതേപോലെ ആംഗിൾ ABC ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 90 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പൊ നമുക്ക് അതിനു വേണ്ടി ഈ ട്രയാംഗിൾ OAC കൺസിഡർ ചെയ്യും. ഓക്കെ, കൺസിഡർ ട്രയാംഗിൾ OAC. ഞാൻ ആ ട്രയാംഗിൾ കൺസിഡർ ചെയ്തതിനൊരു കാരണമുണ്ട്. ആ ട്രയാംഗിൾ ഐസോസെൽസ് ട്രയാംഗിൾ ആണ്. അപ്പൊ ഐസോസെൽസ് ട്രയാംഗിളിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. ആ ആംഗിൾ ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഇത് 2x ഡിഗ്രി ആണെങ്കിൽ എയും സിയും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180ൽ നിന്ന് 2x കുറയ്ക്കുന്നതായിരിക്കും. ആണല്ലോ, ടോട്ടൽ 180 ആണ് വേണ്ടത്. ഈ രണ്ട് ആംഗിളും തമ്മിൽ കൂട്ടിയാൽ 180 - 2x ആയിരിക്കും.
മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്കറിയാം ഈ ട്രയാങ്കിളില് ആംഗിൾ O പ്ലസ് ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈസ് 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ. ആംഗിൾ O നമുക്ക് കിട്ടിയിട്ടുണ്ട് 2x എന്ന്. ആംഗിൾ A ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ. ആംഗിൾ C ദാറ്റ്സ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടിയാൽ 180 മൈനസ് 2x വരും. ഈ 2xനെ ഇപ്പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇനി എയും സിയും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? അവ രണ്ടും കൂടെ തുല്യമാണ്. എയും സിയും തുല്യമാണ് ബിക്കോസ് ദിസ് ട്രയാങ്കിൾ ഈസ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ. ഓക്കെ, സിൻസ് ട്രയാങ്കിൾ OAC ഈസ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമാണ്, അതിനാൽ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ C. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആംഗിൾ A ഞാൻ അവിടെ തന്നെ നിർത്തുകയാണ്, കാരണം നമുക്കത് ആവശ്യമാണ്. ആംഗിൾ സിക്ക് പകരം ആംഗിൾ A എഴുതിക്കൂടെ? കാരണം ആംഗിൾ C എന്ന് പറയുന്നത് ആംഗിൾ Aക്ക് ഈക്വൽ ആണ്. സോ ഈ ആംഗിൾ സിക്ക് പകരം ആംഗിൾ A എഴുതി. അതാണ് 180 മൈനസ് 2x. രണ്ട് ആംഗിൾ A കൂട്ടുമ്പോൾ എന്താ? 2 ആംഗിൾ A is equal to 180 minus 2x. അങ്ങനെയാണെങ്കിൽ ആംഗിൾ A കാണണമെങ്കിൽ 2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. 180 മൈനസ് 2x ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തതാണ്. സോ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ ആംഗിൾ A നമുക്ക് കിട്ടും. ആംഗിൾ A is 180 മൈനസ് 2x by 2 എന്ന് പറഞ്ഞാൽ അതിനെ 180 by 2 മൈനസ് 2x by 2 എന്ന് എഴുതാം. ഈ രണ്ട് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. ആണല്ലോ? ഇനി 180ൽ നിന്ന് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ വരിക? 90 മൈനസ് 2x ബൈ 2. 2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് x കിട്ടും. സോ ആംഗിൾ A നമുക്ക് കിട്ടും 90 മൈനസ് x എന്ന്. സോ ഈ ആംഗിൾ, അതായത് ആംഗിൾ OAC, ദാറ്റ് ഈസ് ആംഗിൾ OAC ഈസ് ഈക്വൽ ടു 90 മൈനസ് x. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൽ ആംഗിൾ OAC എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞു. ആംഗിൾ ABC ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് x ആണെന്ന്. ഇത് രണ്ടും നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. സോ ബി പാർട്ടില് ലെഫ്റ്റ് സൈഡ് ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC. ആംഗിൾ OAC നമ്മൾ കണ്ടെത്തി 90 മൈനസ് x ആണ്. ആംഗിൾ ABC നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ പ്ലസ് ഞാൻ എഴുതി. ആംഗിൾ ABC x ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം മൈനസ് x ഡിഗ്രി പ്ലസ് x ഡിഗ്രി. ഒരേ നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്യും ആഡ് ചെയ്യും എന്ന് പറയുമ്പോൾ ഫലത്തിൽ 0ആണ്. സോ അത് രണ്ടും ക്യാൻസൽ ആക്കാം. ബാക്കി എന്താ കിട്ടുക? 90 ഡിഗ്രി. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടി. ഹെൻസ് പ്രൂവ്ഡ്.